നമസ്കാരം, ഡോക്ടർ കെമിസ്ട്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർമൽ ചാർജ് കാൽക്കുലേഷൻ ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ദി ഒക്ടറ്റ് റൂൾ. ആദ്യം നമുക്ക് ഫോർമൽ ചാർജ് നോക്കാം. എന്താണ് ഫോർമൽ ചാർജ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ലെസണിൽ നമ്മൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചേഴ്സ് കണ്ടു. സോ ലൂയിസ് ഡോട്ട് സ്ട്രക്ചേഴ്സ് ദേ ഡു നോട്ട് റിയലി റെപ്രസെൻറ്റ് ദി ആക്ച്വൽ ഷേപ്സ് ഓഫ് ദി മോളിക്യൂൾസ് അല്ലേ. മോളിക്യൂൾസിൻ്റെ ആക്ച്വൽ ഷേപ്സിനെ കുറിച്ചുള്ള കാര്യമായ ഇൻഫർമേഷൻസ് ഒന്നും ലൂയിസ് ഡോട്ട് സ്ട്രക്ചേഴ്സ് തരുന്നില്ല. But we can use formal charge to select the lowest energy structure from a number of possible Lewis structures for a given species. നമുക്ക് ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്ട്രക്ചറിനാണോ ലോവസ്റ്റ് എനർജി ഉള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ലോവസ്റ്റ് എനർജി ഉള്ള സ്ട്രക്ചർ ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ. ഓക്കെ, so we can use formal charge to select the lowest energy structure from a number of possible structures for a given species. Okay, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫോർമുലയുണ്ട്. സോ അതിനു മുമ്പ് നമുക്കൊരു കാര്യം നോക്കാം. നമുക്കറിയാം പോളി ആറ്റോമിക് അയോൺസ് ഫോർ എക്സാമ്പിൾ CO3 2-. ഇത് ഏത് അയോണാണ്? കാർബണേറ്റ് അയോൺ. ഈ അയോൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം the net charge is possessed by the ion as a whole and not by a particular atom അല്ലേ. അതായത് ഈ നെറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഈ അയോണിന്റെ നെറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 2- ആണ്. ഈ 2- എന്നുള്ള ചാർജ് ഈ അയോണിന്റെ ഈ ഹോൾ അയോണിന്റെ ചാർജാണ്. അല്ലാതെ അത് ഒരു പർട്ടിക്കുലർ ആറ്റത്തിന്റെ, അതായത് കാർബണിന്റെയോ അല്ലെങ്കിൽ ഓക്സിജന്റെയോ ചാർജ് അല്ല, അത് ഈ ഹോൾ അയോണിന്റെ ചാർജാണ് അല്ലേ. Okay, still it is possible to assign a formal charge on each atom. ഇങ്ങനെയാണെങ്കിലും നമുക്ക് ഈ ഓരോ ആറ്റത്തിൻ്റെയും ഫോർമൽ ചാർജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. സോ എങ്ങനെയാണ് ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുള്ള ഫോർമുല എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ദ ഫ്രീ ആറ്റം minus total number of non-bonding electrons minus 1/2 of total number of bonding electrons. Okay, ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുലയാണിത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഓസോണിൻ്റെ ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം, O3 ആണ് അല്ലേ. ഫോർമൽ ചാർജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓസോണിൻ്റെ സ്ട്രക്ചർ എന്താണ്? ഇതാണ് ഓസോണിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് ഓരോ ഓക്സിജൻ ആറ്റത്തിൻ്റെയും ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഈ ഓക്സിജൻ ആറ്റംസിനൊക്കെ നമ്പർ കൊടുക്കാൻ പോവാണ്. ഈ ഓക്സിജൻ ആറ്റം 1, ഈ ഓക്സിജൻ ആറ്റത്തിന് ഞാൻ നമ്പർ 2 കൊടുക്കുന്നു. ദിസ് വൺ ഐ ഗിവ് നമ്പർ 3. ഓക്കെ, ഇനി നമുക്ക് ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ആറ്റത്തിൻ്റെ ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഓക്സിജൻ ആറ്റം ഇതാണ് അല്ലേ. എന്താണ് ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള ഫോർമുല? ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ദി ഫ്രീ ആറ്റം. സോ ഓക്സിജന്റെ കേസിൽ എത്രയാണ്? ഓക്സിജന് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? ഫ്രീ ആറ്റത്തിലുള്ള വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഓക്സിജൻ ആറ്റത്തിന് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? ഓക്സിജൻ ഗ്രൂപ്പ് 6-ലാണ്. സോ ഇറ്റ് ഹാസ് 6 വാലൻസ് ഇലക്ട്രോൺസ്. സോ 6 മൈനസ് സെക്കൻഡ് വൺ എന്തായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ്. അതായത് എത്ര നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ എത്ര ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഫസ്റ്റ് ഓക്സിജൻ ആറ്റത്തിന് നമുക്ക് കാണാം ഇവിടെ 2 ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലേ. അപ്പോൾ 6 മൈനസ് 2 മൈനസ് തേർഡ് വൺ എന്തായിരുന്നു? തേർഡ് ഫാക്ടർ എന്തായിരുന്നു? 1/2 ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ്. എങ്ങനെയാണ് നമ്മൾ ബോണ്ടിങ് ഇലക്ട്രോൺസിന്റെ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം ഈച്ച് ബോണ്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 ഇലക്ട്രോൺസ് അല്ലേ. അപ്പോൾ ഈ ഓക്സിജന്, ഫസ്റ്റത്തെ ഓക്സിജന് ഏതിൻ്റെ ഫോർമൽ ചാർജ് ആണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ ആറ്റത്തിന് എത്ര ബോണ്ട്സ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കാം. ബോണ്ട്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോണ്ടിങ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലേ. കാരണം ഈച്ച് ബോണ്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ഓക്സിജന് എത്ര ബോണ്ട്സ് ഉണ്ട്? 1, 2, 3 അല്ലേ. ഒരു ഡബിൾ ബോണ്ടും ഒരു സിംഗിൾ ബോണ്ടും. സോ ടോട്ടൽ 3 ബോണ്ട്സ് ഉണ്ട്. 3 ബോണ്ട്സ് ഉണ്ടെങ്കിൽ എത്ര ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്? 6 ബോണ്ടിങ് ഇലക്ട്രോൺസ്, ബിക്കോസ് ഈച്ച് ബോണ്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 ഇലക്ട്രോൺസ് അല്ലേ. അപ്പോൾ 1/2 ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ്. ബോണ്ടിങ് ഇലക്ട്രോൺസ് 6 ആണ്. 6 ബോണ്ടിങ് ഇലക്ട്രോൺസ് ആണ് ഇതിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫോർമൽ ചാർജ് എത്രയാണ്? 6 മൈനസ് 2 മൈനസ് 3 വിച്ച് ഈസ് 1 അല്ലേ. +1 ആണ് ഈ ഓക്സിജൻ ആറ്റത്തിൻ്റെ ഫോർമൽ ചാർജ്. ഇനി സെക്കൻഡ് ഓക്സിജൻ ആറ്റത്തിൻ്റെ ഫോർമൽ ചാർജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർമൽ ചാർജ് ഈസ് ഈക്വൽ ടു അഗെയിൻ
total number of valence electrons in the free atom, which is the same. Less oxygen തന്നെയാണ്. So oxygen 6 valence electrons ആണുള്ളത്. Minus രണ്ടാമത്തെ ഫാക്ടർ എന്തായിരുന്നു? total number of non bonding electrons. എത്ര non bonding electrons ഉണ്ട്? ഇതാണ് നമ്മുടെ സെക്കൻഡ് ഓക്സിജൻ ആറ്റം. ഈ സെക്കൻഡ് ഓക്സിജൻ ആറ്റത്തിന് എത്ര non bonding electrons ഉണ്ട്? 2 plus 2, which is 4. 4 non bonding electrons ഉണ്ട്. So 6 minus 4 minus 1/2 of എത്ര ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട് ഇനി ഇതിന്? 1 2. ഇതിന് 2 ബോണ്ട്സേ ഉള്ളൂ അല്ലേ? അതായത് 2 ബോണ്ട്സ് ഉണ്ടെങ്കിൽ എത്ര ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? 4 ബോണ്ടിങ് ഇലക്ട്രോൺസ്. ഓക്കെ, സോ 6 മൈനസ് 4 മൈനസ് 2 എത്രയാണ്? 0. സോ ഈ ഓക്സിജൻ ആറ്റത്തിന്റെ ഫോർമൽ ചാർജ് എത്രയാണ്? 0. സെക്കൻഡ് ഓക്സിജൻ ആറ്റത്തിന്റെ ഫോർമൽ ചാർജ് 0. ഇനി തേർഡ് വണ്ടെ ചാർജ് എത്രയാണ്? ഫോർമൽ ചാർജ് എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഫോർമൽ ചാർജ് ഈസ് ഈക്വൽ ടു again 6. ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് 6 ആണ്. 6 മൈനസ് ഈ തേർഡ് ഓക്സിജൻ ആറ്റത്തിന് എത്ര ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്? 2 4 6 അല്ലേ? 6 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. മൈനസ് 1/2 ഓഫ് എത്ര ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്? ഇതിനാകെ ഒരു ബോണ്ടേ ഉള്ളൂ. സോ എത്ര ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്? 2. സോ 6 മൈനസ് 2 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു -1. സോ ഈ ഓക്സിജൻ ആറ്റത്തിന്റെ ചാർജ് -1 ആണ്. ഈ ഓക്സിജൻ ആറ്റത്തിന്റെ ഫോർമൽ ചാർജ് 0 ആണ്. ഈ ഓക്സിജൻ ആറ്റത്തിന്റെ ഫോർമൽ ചാർജ് +1 ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർമൽ ചാർജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഫോർമൽ ചാർജസ് help us to select the lowest energy structure from a number of possible Lewis structures for a given species. അല്ലേ? കുറേ ലൂയിസ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആവുന്ന കേസിൽ ഏറ്റവും ലോ എനർജി സ്ട്രക്ചറിനെ ചൂസ് ചെയ്യാനായിട്ട് ഫോർമൽ ചാർജ് കാൽക്കുലേഷൻസ് ഹെൽപ്പ് ചെയ്യും. അതായത് ഏറ്റവും കുറവ് ഫോർമൽ ചാർജ് ഉള്ള സ്ട്രക്ചർ ഏതാണോ അതായിരിക്കും ഏറ്റവും ലോ എനർജി ഉള്ള സ്ട്രക്ചർ. ആ സ്ട്രക്ചർ ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ. ഓക്കെ, സോ ഫോർമൽ ചാർജ് കാൽക്കുലേഷൻസ് ഹെൽപ്പ് us to select the lowest energy structure from a number of possible Lewis structures for a given species. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർമൽ ചാർജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. NO3 മൈനസ് ഇത് ഏത് അയോൺ ആണ്? നൈട്രേറ്റ് അയോൺ ആണ്. നൈട്രേറ്റ് അയോണിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഇനി ഈ ഓക്സിജൻ ആറ്റത്തിന് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? എത്ര ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്? 2 4 6. കാരണം എന്നാലേ ഇവിടെ 8 ആവുള്ളൂ അല്ലേ? ഇനി ഈ ഓക്സിജൻ ആറ്റത്തിനോ എഗെയിൻ ഇതിനും 2 4 6 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. എന്നാൽ ഈ ഓക്സിജൻ ആറ്റത്തിനോ ഇതിന് ഓൾറെഡി 4 ഉണ്ട്. സോ ഇറ്റ് നീഡ്സ് 4 മോർ, റൈറ്റ്? ഓക്കെ, ഇതിന്റെ ചാർജ് എത്രയാണ്? ഈ അയോണിന്റെ ചാർജ് NO3 മൈനസ് ആണ്. ഓക്കെ, നൈട്രേറ്റ് അയോൺ ആണ്. ഇനി ഞാൻ ഓരോ ആറ്റത്തിനും നമ്പർ കൊടുക്കാൻ പോവാണ്. നൈട്രജൻ ആറ്റത്തിന് ഞാൻ നമ്പർ 1 കൊടുക്കുന്നു. ദെൻ ഈ ഓക്സിജൻ ആറ്റത്തിന് ഞാൻ നമ്പർ 2 കൊടുക്കുന്നു. ദിസ് വൺ ഈസ് നമ്പർ 3 ആൻഡ് ദിസ് വൺ ഈസ് നമ്പർ 4. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ നൈട്രജൻ ആറ്റത്തിന്റെ ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാം. നൈട്രജൻ ആറ്റത്തിന്റെ ഫോർമൽ ചാർജ്. സോ ഫോർമൽ ചാർജിൽ ഫസ്റ്റ് ഫാക്ടർ എന്തായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ദി ഫ്രീ ആറ്റം. സോ നൈട്രജൻ ഈസ് ഇൻ ഗ്രൂപ്പ് 5. സോ അതിന് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? 5 വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. സോ 5 മൈനസ് സെക്കൻഡ് ഫാക്ടർ എന്തായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഈ നൈട്രജൻ ആറ്റം നോക്കി കഴിഞ്ഞാൽ അതിന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. സോ 5 മൈനസ് 0 മൈനസ് 1/2 ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ്. എത്ര ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്? ഈ നൈട്രജൻ ആറ്റത്തിന് എത്ര ബോണ്ട്സ് ഉണ്ട്? 1 2 3 4 ബോണ്ട്സ് ഉണ്ട്. സോ വിച്ച് മീൻസ് ഇറ്റ് ഹാസ് 8 ബോണ്ടിങ് ഇലക്ട്രോൺസ്. ഓക്കെ, നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 5 മൈനസ് 4 വിച്ച് ഈസ് +1. സോ നൈട്രജൻ ആറ്റത്തിന്റെ ഫോർമൽ ചാർജ് എത്രയാണ്? +1. ദെൻ നമുക്ക് ഓക്സിജൻ ആറ്റത്തിന്റെ, അതായത് ഈ ഓക്സിജൻ ആറ്റത്തിന്റെ, ദാറ്റ് മീൻസ് ഓക്സിജൻ നമ്പർ 2, അതിന്റെ ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർമൽ ചാർജ് ഈസ് ഈക്വൽ ടു ഓക്സിജൻ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? 6 മൈനസ് ഈ ഓക്സിജൻ ആറ്റത്തിന് എത്ര ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്? 2 4 6 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ 6 മൈനസ് 6 മൈനസ് 1/2 ഓഫ് എത്ര ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്? ഈ ഓക്സിജൻ ആറ്റത്തിനാകെ ഒരു ബോണ്ടേ ഉള്ളൂ. സോ ഇറ്റ് ഹാസ് 2 ബോണ്ടിങ് ഇലക്ട്രോൺസ്. So 6 minus 6 minus 1 which is -1. So ഈ ഓക്സിജൻ ആറ്റത്തിന്റെ ഫോർമൽ ചാർജ് എത്രയാണ്? -1 ആണ്. ഓക്കെ, ഇനി ഓക്സിജൻ നമ്പർ 3
അതിൻ്റെ ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാം. അഗെയിൻ ഫോർമൽ ചാർജ് ഇസ് ഈക്വൽ ടു 6 മൈനസ് എത്ര ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്? 4. 6 മൈനസ് 4 മൈനസ് 1/2 ഓഫ് എത്ര ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്? 2 ബോണ്ട്സ് ആണുള്ളത്. സോ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് 4 ആണ്. 6 മൈനസ് 4 മൈനസ് 2 വിച്ച് ഈസ് 0. സോ ഓക്സിജൻ നമ്പർ 3യുടെ ഫോർമൽ ചാർജ് എത്രയാണ്? 0 ആണ്. ഇനി നമുക്ക് ഓക്സിജൻ നമ്പർ 4ൻ്റെ ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർമൽ ചാർജ് ഇസ് ഈക്വൽ ടു അഗെയിൻ 6 ആണ്, ഓക്സിജൻ ആണ്. സോ 6 വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. 6 മൈനസ് എത്ര ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്? 6. സോ 6 മൈനസ് 6 മൈനസ് 1/2 ടൈംസ് എത്ര ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്? 2 ആണുള്ളത്. സോ 2. സോ 6 മൈനസ് 6 മൈനസ് 1 വിച്ച് ഈസ് -1. സോ ഈ ഓക്സിജൻ ആറ്റത്തിൻ്റെ ഫോർമൽ ചാർജ് എത്രയാണ്? -1. ഓക്കെ. സോ ഇങ്ങനെയാണ് ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ആ ഒരു ഫോർമുല മാത്രം നമ്മൾ ഓർമ്മ വെച്ചാൽ മതി. പിന്നെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ കൺഫ്യൂഷൻ ഒന്നും വരില്ല. പക്ഷെ ബോണ്ടിങ് പെയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്പർ ഓഫ് ബോണ്ട്സ് നിങ്ങൾ കൗണ്ട് ചെയ്യുക, എന്നിട്ട് നമ്പർ ഓഫ് ബോണ്ട്സ് ടൈംസ് 2 because each bond is made up of 2 electrons. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ബോണ്ടിങ് പെയേഴ്സ്, ബോണ്ടിങ് ഇലക്ട്രോൺസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബോണ്ടിങ് പെയേഴ്സ് അല്ല, പെയറിന്റെ നമ്പർ അല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ബോണ്ടിങ് ഇലക്ട്രോൺസിന്റെ നമ്പറാണ്. അതുപോലെ തന്നെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിന്റെ നമ്പറാണ്. സോ ഒരു ലോൺ പെയർ ആണെങ്കിൽ അതിൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. ഓക്കെ, സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, സോ ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് അടുത്ത പാർട്ട് നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് ഒക്ടറ്റ് റൂൾ. എന്തായിരുന്നു ഒക്ടറ്റ് റൂൾ? ആറ്റംസ് കമ്പൈൻ ഐദർ ബൈ ട്രാൻസ്ഫർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഫ്രം വൺ ആറ്റം ടു അനദർ ഓർ ബൈ ഷെയറിംഗ് ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ഓർഡർ ടു അറ്റൈൻ 8 ഇലക്ട്രോൺസ് ഇൻ ദെയർ വാലൻസ് ഷെൽസ്. അല്ലേ, അതായിരുന്നു ഒക്ടറ്റ് റൂൾ. അതായത് ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ അവർ വാലൻസ് ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു അറ്റൈൻ 8 ഇലക്ട്രോൺസ് ഇൻ ദെയർ വാലൻസ് ഷെൽ. അല്ലേ, അതായത് കോമ്പൗണ്ട്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ വാലൻസ് ഷെൽസിൽ എത്ര ഇലക്ട്രോൺസ് വേണം? 8 ഇലക്ട്രോൺസ് വേണം. ഇതാണ് ഒക്ടറ്റ് റൂൾ കൺസെപ്റ്റ്. അല്ലേ, അപ്പോൾ ഈ ഒക്ടറ്റ് റൂളിൻ്റെ ലിമിറ്റേഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. മെയിനായിട്ടും 3 എക്സെപ്ഷൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ദ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ഓഫ് ദി സെൻട്രൽ ആറ്റം. അതായത് ചില കോമ്പൗണ്ട്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. 8 ഇലക്ട്രോൺസിനേക്കാളും കുറവ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ആണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ LiCl, ലിഥിയം ക്ലോറൈഡ്, ബെറിലിയം ഹൈഡ്രൈഡ്, BCl3 ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ആണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. അതായത് ഈ കോമ്പൗണ്ട്സ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവയുടെ ബാലൻസ് ഷെൽസിൽ 8 ഇലക്ട്രോൺസ് ഇല്ല, 8 ഇലക്ട്രോൺസിനേക്കാളും കുറവാണുള്ളത്. ഇനി ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്, നമ്മളിപ്പോൾ ലിഥിയം എടുത്തു കഴിഞ്ഞാൽ ലിഥിയത്തിൻ്റെ ബാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1 ഇലക്ട്രോണേ ഉള്ളൂ. ഇനി ബെറിലിയത്തിൻ്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ് ആണുള്ളത്. ഇനി ബോറോണിന്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 3 ഇലക്ട്രോൺസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇലമെന്റിന്റെ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോണിനേക്കാളും കുറവാണെങ്കിൽ, ഓക്കെ, വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസിനേക്കാളും കുറവ് ഇലക്ട്രോൺസ് ആണ് ഉള്ളതെങ്കിൽ അങ്ങനെയുള്ള ഇലമെന്റ്സിന്റെ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുമ്പോഴാണ് അവർക്ക് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് ഇലമെന്റിന്റെ ബാലൻസ് ഇലക്ട്രോൺസ് 4നേക്കാളും കുറവ് വരുന്ന കേസിലാണ് സെൻട്രൽ ആറ്റത്തിന് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ അത് ഒക്ടറ്റ് റൂളിന് ഒരു ലിമിറ്റേഷൻ ആണ്. ഇനി സെക്കൻഡ് വൺ നമുക്ക് നോക്കാം. സെക്കൻഡ് കാറ്റഗറിയാണ് ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസ്. അതായത് മോളിക്യൂളിൽ ഇപ്പോൾ ഒരു മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ മോളിക്യൂളിൽ ഓഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവരും ഈ ഒക്ടറ്റ് റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അവരും ഈ ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യുന്നില്ല. ഓക്കെ, അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ നൈട്രിക് ഓക്സൈഡ് NO, നൈട്രജന് നമുക്കറിയാം 5 ഇലക്ട്രോൺസ് ആണുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ മോളിക്യൂൾ നോക്കുകയാണെങ്കിൽ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നൈട്രജന് ചുറ്റും ഇവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ട്, താഴെ 1 ഇലക്ട്രോണേ ഉള്ളൂ. സോ ഓഡ് ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. ഇങ്ങനെ ഓഡ് ഇലക്ട്രോൺ ഉള്ള കേസിൽ അങ്ങനെ വരുന്ന മോളിക്യൂൾസ് ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യുന്നില്ല. വേറെ ഒരു എക്സാമ്പിൾ ആണ് നൈട്രജൻ ഡയോക്സൈഡ്. അതിൻ്റെ സ്ട്രക്ചറാണ് N സിംഗിൾ ബോണ്ട് O ഡബിൾ ബോണ്ട് O. ഇങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ ഈ നൈട്രജനിൽ നമുക്ക് കാണാം ഒരു ഓഡ് ഇലക്ട്രോണിനെ കാണാം അല്ലേ. ഇങ്ങനെ ഓഡ് ഇലക്ട്രോൺ വരുന്ന മോളിക്യൂൾസും ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് കാറ്റഗറി. ഇനി തേർഡ് വൺ ദ എക്സ്പാൻഡഡ് ഒക്ടറ്റ്. എക്സ്പാൻഡഡ് ഒക്ടറ്റ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക്, എക്സ്പാൻഡഡ് ഒക്ടറ്റ് മീൻസ് മോർ ദാൻ 8 ഇലക്ട്രോൺസ് അല്ലേ.
പീരിയോഡിക് ടേബിൾ നോക്കുമ്പോൾ നമുക്ക് കാണാം തേർഡ് പീരീഡ് തൊട്ടുള്ള എലമെന്റ്സിന് ദേ ഓൾസോ ഹാവ് 3D ഓർബിറ്റൽസ് അവൈലബിൾ ഫോർ ബോണ്ടിങ്. ഫസ്റ്റ് പീരീഡ് എലമെന്റ്സിനും സെക്കൻഡ് പീരീഡ് എലമെന്റ്സിനും ഡി ഓർബിറ്റൽസ് ഇല്ല. എന്നാൽ തേർഡ് പീരീഡ് തൊട്ടുള്ള എലമെന്റ്സിന് ഡി ഓർബിറ്റൽസ് കൂടെ അവൈലബിൾ ആണ് ഫോർ ബോണ്ടിങ്. ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഡി ഓർബിറ്റൽസ് കൂടെ അവൈലബിൾ ആണ്. ഓക്കെ, സോ ദേ ക്യാൻ അക്കോമഡേറ്റ് മോർ ദാൻ 8 ഇലക്ട്രോൺസ് ഇൻ ദിയർ വാലൻസ് ഷെൽ. Okay, so most of the compounds of these elements have more than 8 valence electrons around the central atom. Okay, so ഈ തേർഡ് പീരീഡ് തൊട്ടുള്ള എലമെന്റ്സ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുമ്പോൾ അവയുടെ സെൻട്രൽ ആറ്റത്തിന് 8 ഇലക്ട്രോൺസിനേക്കാളും കൂടുതൽ ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ വരുന്ന കേസിലാണ് ഇവയ്ക്ക് എക്സ്പാൻഡഡ് ഒക്ടറ്റ് ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, സോ ഒബ്വിയസ്ലി ദേ ഡോണ്ട് ഫോളോ ഒക്ടറ്റ് റൂൾ. ഇതിന് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അതായത് PF5 phosphorus pentafluoride and SF6 and the next one H2SO4 sulfuric acid. ഓക്കെ, ഇവയുടെയൊക്കെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. PF5ന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. PF5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഫ്ലൂറിൻ ആറ്റംസ് ഉണ്ട് അല്ലേ? ഓക്കെ, ഇത് നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കിക്കോളൂ. ഈ ഫോസ്ഫറസ് ആണ് സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിനാണ് മോർ ദാൻ 8 വാലൻസ് ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം ഫോസ്ഫറസിന് എത്ര ബോണ്ടിങ് പെയർസ് ഉണ്ട്? 2, 4, 6, 8, 10. അതായത് 10 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, സോ ഇത് 8നേക്കാളും കൂടുതലാണ് അല്ലെ? ഇത് എക്സ്പാൻഡഡ് ഒക്ടറ്റ് ആണ്. ഇനി അതുപോലെ തന്നെ SF6 നമുക്ക് നോക്കാം. നിങ്ങൾ ബോണ്ടിങ് പെയർസ് കൗണ്ട് ചെയ്തോളൂ. സൾഫർ ആണ് ഇവിടെ സെൻട്രൽ ആറ്റം. ബോണ്ടിങ് പെയർസ് കൗണ്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാം 12 ഇലക്ട്രോൺസ് ഉണ്ട്. 12 ബാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ? അപ്പോൾ ഇതും എക്സ്പാൻഡഡ് ഒക്ടറ്റ് ആണ്. അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കിയാൽ കാണാം. ഇതാണ് സൾഫ്യൂരിക് ആസിഡിന്റെ സ്ട്രക്ചർ. സൾഫ്യൂരിക് ആസിഡിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഇവിടെ സെൻട്രൽ ആറ്റം ഏതാണ്? സൾഫർ ആണ്. സൾഫർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം സൾഫറിന് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? 2, 4, 6, 8, 10, 12. സോ ഇതിനും 12 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, സോ ഇതിനും എക്സ്പാൻഡഡ് ഒക്ടറ്റ് ഉണ്ട്. ഇനി സൾഫർ, അതുപോലെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം, സൾഫർ ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യുന്ന കോമ്പൗണ്ട്സും ഫോം ചെയ്യുന്നുണ്ട്. അതിന് ഒരു എക്സാമ്പിൾ ആണ് SCl2. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ സൾഫർ നോക്കിക്കഴിഞ്ഞാൽ 2, 4, 6, 8. ഈ കേസിൽ 8 ബാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. ഓക്കെ, സോ സൾഫർ എക്സ്പാൻഡഡ് ഒറ്ററ്റുള്ള കോമ്പൗണ്ട്സും ഫോം ചെയ്യും, അതുപോലെ തന്നെ ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യുന്ന കോമ്പൗണ്ട്സും ഫോം ചെയ്യും. എക്സ്പാൻഡഡ് ഒക്ടറ്റിന് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? PF5, SF6 ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, ഇതൊക്കെ എക്സ്പാൻഡഡ് ഒക്ടറ്റ് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ്. ഇനി എങ്ങനെയുള്ള എലമെന്റ്സ് ആണ് എക്സ്പാൻഡഡ് ഒക്ടറ്റ് ഫോം ചെയ്യുന്നത്? പീരിയോഡിക് ടേബിളിൽ തേർഡ് ഗ്രൂപ്പ് മുതലുള്ള എലമെന്റ്സ്, ബിക്കോസ് ദേ ഓൾസോ ഹാവ് 3D ഓർബിറ്റൽസ് അവൈലബിൾ ഫോർ ബോണ്ടിങ്. ഓക്കെ, അവയ്ക്ക് ബോണ്ടിങ്ങിൽ 3D ഓർബിറ്റൽസ് കൂടെ അവൈലബിൾ ആണ്. സോ ദേ ക്യാൻ അക്കോമഡേറ്റ് മോർ ദാൻ 8 ഇലക്ട്രോൺസ് ഇൻ ദിയർ വാലൻസ് ഷെൽ. ഓക്കെ, സോ ഫസ്റ്റ് പീരീഡിലും സെക്കൻഡ് പീരീഡിലും ഏതൊക്കെ ഓർബിറ്റൽസ് ആണ് ബോണ്ടിങ്ങിന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്? എസും പിയും മാത്രം. സോ എസിൽ നമുക്കറിയാം എസ് ഓർബിറ്റലിന് മാക്സിമം 2 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ പി ഓർബിറ്റലിന് മാക്സിമം 6 ഇലക്ട്രോൺസെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഫസ്റ്റ് പീരീഡിലും സെക്കൻഡ് പീരീഡിലും എസും പിയുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ദേ ക്യാൻ ഓൺലി അക്കോമഡേറ്റ് 8 ഇലക്ട്രോൺസ്. ഓക്കെ, ബട്ട് third period onwards they also have 3D orbitals available for bonding. Okay, so they can accommodate more than 8 electrons in their valence shell. അവയ്ക്ക് 3D orbitals കൂടെ അവൈലബിൾ ആയതുകൊണ്ട് they can accommodate more than 8 electrons. So they can form expanded octet. Okay, now let's say some other drawbacks of octet rule. First one, ഈ ഒക്ടറ്റ് റൂൾ എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു വന്നത്? അതായത് ഒക്ടറ്റ് റൂൾ നോബിൾ ഗ്യാസസിന്റെ കെമിക്കൽ ഇനേർട്ട്നെസ്സിനെ ബേസ് ചെയ്തിട്ടായിരുന്നു വന്നത് അല്ലെ? നോബിൾ ഗ്യാസസ് കെമിക്കലി ഇനേർട്ട് ആണ് ബിക്കോസ് ദേ ഹാവ് 8 ഇലക്ട്രോൺസ് ഇൻ ദിയർ വാലൻസ് ഷെൽ. സോ 8 ഇലക്ട്രോൺസ് അറ്റൈൻ ചെയ്യുന്ന എല്ലാവരും കെമിക്കലി ഇനേർട്ട് ആവും, അതായത് സ്റ്റേബിൾ ആവും. ആ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഒക്ടറ്റ് റൂൾ വന്നത് അല്ലെ? സോ അതിന്റെ അർത്ഥം എന്താണ്? നോബിൾ ഗ്യാസസ് ഓൾറെഡി സ്റ്റേബിൾ ആണ്, സോ ദേ ഡോണ്ട് ഇൻവോൾവ് ഇൻ ബോണ്ട് ഫോർമേഷൻ അല്ലെ? ബട്ട് നോബിൾ ഗ്യാസസ് ലൈക്ക് xenon and krypton combine with oxygen and fluorine to form some compounds like XeF2, KrF2, XeOF2, etc. ഇത് ഒക്ടറ്റ് റൂളിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. ഒക്ടറ്റ് റൂളിന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഓക്കെ, സോ സെക്കൻഡ് വൺ, ദിസ് തിയറി ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ ദി ഷേപ്പ് ഓഫ് മോളിക്യൂൾസ്. അതായത് മോളിക്യൂൾസിന്റെ ഷേപ്പിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒന്നും ഒക്ടറ്റ് റൂൾ തരുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഡ്രോബാക്ക്.
And third point, it does not explain the relative stability of the molecules, being totally silent about the energy of a molecule. അതായത് ഒക്ടറ്റ് റൂള് മോളിക്യൂൾസിൻ്റെ സ്റ്റെബിലിറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒന്നും തരുന്നില്ല. കാരണം മോളിക്യൂൾസിൻ്റെ എനർജീനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒന്നും ഒക്ടറ്റ് റൂൾസ് തരുന്നില്ല. സോ നമുക്ക് മോളിക്യൂൾസിൻ്റെ റിലേറ്റീവ് സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കില്ല. സോ ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദി റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, സോ ഇതെല്ലാമാണ് ഒക്ടറ്റ് റൂളിൻ്റെ ഡ്രോബാക്സ്. സോ ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഒക്ടറ്റ് റൂൾ കെമിക്കൽ നോബിൾ ഗ്യാസസിൻ്റെ കെമിക്കൽ ഇനേർട്ട്നെസ്സിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. പക്ഷേ ചില നോബിൾ ഗ്യാസസ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് XeF2, KrF2, XeOF2. ഇനി സെക്കൻഡ് ഡ്രോബാക്ക് എന്തായിരുന്നു? ഇറ്റ് ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ ദി ഷേപ്പ് ഓഫ് മോളിക്യൂൾസ്. മോളിക്യൂൾസിൻ്റെ ഷേപ്പിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒന്നും ഒക്ടറ്റ് റൂൾ തരുന്നില്ല. തേർഡ് വൺ എന്തായിരുന്നു? ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദി റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് ദി മോളിക്യൂൾസ്. മോളിക്യൂൾസിൻ്റെ റിലേറ്റീവ് സ്റ്റെബിലിറ്റിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒന്നും ഒക്ടറ്റ് റൂൾ തരുന്നില്ല. സോ ഇതെല്ലാം ഒക്ടറ്റ് റൂളിൻ്റെ ഡ്രോബാക്സ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് കണ്ടത് ഫോർമൽ ചാർജ് കാൽക്കുലേഷനും പിന്നെ എന്തായിരുന്നു ലിമിറ്റേഷൻസ് ഓഫ് ഒക്ടറ്റ് റൂളും ആണ്. ഫോർമൽ ചാർജ് കാൽക്കുലേഷൻ എന്തായിരുന്നു? അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചറിനെ, അതായത് ലോ എനർജിയുള്ള സ്ട്രക്ചറിനെ ചൂസ് ചെയ്യാനായിട്ട് ഫോർമൽ ചാർജ് കാൽക്കുലേഷൻസ് ഹെൽപ്പ് ചെയ്യും അല്ലേ. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. എങ്ങനെയാണ് ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ദി ഫ്രീ ആറ്റം മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് മൈനസ് 1/2 ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ്. ഓക്കെ, ആ ഫോർമുല നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഏറ്റവും കുറവ് ഫോർമൽ ചാർജസ് വരുന്നത് ആറ്റത്തിന് ഏറ്റവും കുറവ് ഫോർമൽ ചാർജസ് വരുന്നത് ഏത് സ്ട്രക്ചറിനാണോ ആ സ്ട്രക്ചറിനായിരിക്കും ലോ എനർജി ഉള്ളത്. അതുപോലെ തന്നെ ലോ എനർജി ഉള്ളത് കൊണ്ട് തന്നെ ആ സ്ട്രക്ചർ ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ. ഓക്കെ, സോ ഡിഫറെൻറ്റ് ലൂയിസ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആയിട്ടുള്ള കേസിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചറിനെ ചൂസ് ചെയ്യാനായിട്ട് ഫോർമൽ ചാർജ് കാൽക്കുലേഷൻസ് ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഫോർമൽ ചാർജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പിന്നീട് നമ്മൾ കണ്ടത് എന്തായിരുന്നു? ഡ്രോബാക്സ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് ഒക്ടറ്റ് റൂൾ ആയിരുന്നു. സോ മെയിൻ ആയിട്ടും 3 എക്സെപ്ഷൻസ് ആയിരുന്നു ഒക്ടറ്റ് റൂളിന് വന്നിരുന്നത്. ഫസ്റ്റ് വൺ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ആയിരുന്നു. സെക്കൻഡ് വൺ ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസ്. തേർഡ് വൺ എക്സ്പാൻഡഡ് ഒക്ടറ്റ്. ഓക്കെ, ഈ 3 കേസിലും വരുന്ന കോമ്പൗണ്ട്സ് ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യില്ല. ഇൻകംപ്ലീറ്റ് ഒക്ടറ്റിൽ പറഞ്ഞത് എന്തായിരുന്നു? ഇവയുടെ സെൻട്രൽ ആറ്റത്തിന് 8 ഇലക്ട്രോൺസിനേക്കാളും കുറവ് വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ അതായിരുന്നു ഫസ്റ്റ് എക്സെപ്ഷൻ. സെക്കൻഡ് വൺ എന്തായിരുന്നു? ഓഡ് ഇലക്ട്രോൺ ഉള്ള മോളിക്യൂൾസും ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യില്ല. ആൻഡ് തേർഡ് പോയിന്റ് എന്തായിരുന്നു? എക്സ്പാൻഡഡ് ഒക്ടറ്റ്. ഇത് തേർഡ് പീരീഡ് മുതൽക്കുള്ള എലമെന്റ്സ് ആണ് ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. ഇവയുടെ സെൻട്രൽ ആറ്റത്തിന് മോർ ദാൻ 8 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും അവയുടെ വാലൻസ് ഷെല്ലിൽ. ഓക്കെ, സോ ഇതും ഒക്ടറ്റ് റൂളിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. സോ മെയിനായിട്ടും 3 ലിമിറ്റേഷൻസ്. ഓക്കെ, ഇനി ബാക്കി വരുന്ന പിന്നീട് നമ്മൾ കണ്ട ഡ്രോബാക്സ് എന്തൊക്കെയായിരുന്നു? നോബിൾ ഗ്യാസസിന്റെ ഇനേർട്ട്നെസ്സിനെ ബേസ് ചെയ്തിട്ടാണ് മെയിൻലി ഒക്ടറ്റ് റൂൾ വന്നത്. പക്ഷേ ചില നോബിൾ ഗ്യാസസ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾ എന്തൊക്കെയായിരുന്നു? XeF2, XeOF2, KrF2 ഇതെല്ലാം നോബിൾ ഗ്യാസസിന്റെ കോമ്പൗണ്ട്സിന് എക്സാമ്പിൾസ് ആണ്. ഇനി രണ്ടാമത്തെ എന്തായിരുന്നു? ഇറ്റ് ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ ദി ഷേപ്പ് ഓഫ് മോളിക്യൂൾസ്. മോളിക്യൂൾസിന്റെ ഷേപ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒന്നും ഒക്ടറ്റ് റൂൾ തരുന്നില്ല. തേർഡ് പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദി റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് ദി മോളിക്യൂൾസ്. മോളിക്യൂൾസിന്റെ റിലേറ്റീവ് സ്റ്റെബിലിറ്റിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും ഒക്ടറ്റ് റൂൾ തരുന്നില്ല. ഓക്കെ, സോ ഇതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഡ്രോബാക്സ്. സോ ഇന്നത്തെ ലെസൺ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.